പാഴാക്കല്ലേ, നിസാരമായി കാണല്ലേ. ഈമാനില്ലാതെ ചത്തുപോകുന്ന ഒരവസ്ഥയാണ് വരാൻ പോകുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാ, സ്വഹാബാ പാപം പൊറുക്കണോ, എളുപ്പത്തിൽ പാപം പൊറുക്കാനുള്ള രണ്ടാമത്തെ വഴി എന്താ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവല്ലഅ ഫഹസനൽ വുളൂഅ ഖറജത് ഖതായാഹു മിൻ ജസദി ഹത്താ തഖറുജു മിൻ തഹ്തിൽ അദ്ഫാരിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, പടച്ചവനെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കാൻ പറ്റുന്നവര് ബാങ്ക് വിളിക്കൂ, അല്ലെങ്കിൽ ബാങ്കിന്റെ ജവാബ് പറ. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത് ബാങ്ക് വിളിക്കാൻ പറ്റുന്നവരൊക്കെ ബാങ്ക് വിളിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കും. അതിനും പറ്റുന്നില്ലെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോൾ മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങളും പറ, നിങ്ങളുടെ പാപം അല്ലാഹു പൊറുക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട് പാപം പൊറുക്കാനുള്ള രണ്ടാമത്തെ വഴി ഒളുവെടുത്താ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്തെടുക്കണം? ഒളു ചെയ്യണം. ഒളു ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പാപം അല്ലാഹു പൊറുക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ഒളു എടുക്കൂലേ? പിന്നെ എത്ര എണ്ണം എടുത്തിരിക്കണം ഉസ്താദല്ലേ? നമ്മളെല്ലാവരും ഒളുവെടുക്കുന്നവരാണ്. പക്ഷേ ഒളുവെടുക്കുന്നവരെന്നല്ല മുത്തുനബി പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ പള്ളിയിൽ തന്നെ നാളെ നിസ്കരിക്കാൻ പോകുന്ന സമയം ഉസ്താദ് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാ പള്ളി വരണത്. ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഹൗദിനകത്ത് വന്നിട്ട് ഒതുവെടുക്കുന്നത് കാണും. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഒതുവെടുപ്പാട്ട ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്നത് മുൻകൈ കഴുകണം, ഇല്ല മുഖം കഴുകണം, കൈ മുട്ടുൾപ്പെടെ കഴുകണം, 3 പ്രാവശ്യം കഴുകണം, പറ്റുമെങ്കിൽ മുകളിലേക്ക് കയറ്റി കഴുകണം. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഈ ചെറുപ്പക്കാർ ഓടി ഇങ്ങോട്ട് വന്നിട്ട് 3 പ്രാവശ്യം വെള്ളം കോരി കഴുകാൻ പറ്റാത്തത് കാരണം ഹൗദിനകത്തോട്ട് 3 മുക്കൽ അങ്ങോട്ട് മുക്കും. പടച്ചവന് ഈ തല തടങ്ങണമെന്ന് നമ്മൾ പഠിച്ചിരിക്കണല്ലേ. ഓൻ ഇങ്ങനെ പെയിന്റ് അടിക്കണ പോലെ ഒരു അടിയാ. സുബ്ഹാനല്ലാഹ്. ഇതാണ് നമ്മുടെ തലയിടാൻ പറ്റിയെങ്കിൽ അതുപോലെ ഇട്ടാനെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതിന് ഒളുവെന്ന് പറയൂല, ഇതിനല്ല ഒളുവെന്ന് പറയുന്നത്. അതാണല്ലോ എന്ത് ഒളുവടാ, ഒളു തന്നെ. പണ്ട് 2 ചെറുപ്പക്കാർ മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയപ്പോ ഉസ്താദ് അവസാനത്തെ അത്തഹിയ്യാത്തിലിരിക്കുക. ഉസ്താദ് ഇങ്ങനെ നിസ്കാരം തീരാറായി. അപ്പൊ 2 പേരിൽ ഒരുത്തൻ നേരെ പള്ളിക്കകത്ത് കയറിപ്പോയി, ഒരുത്തൻ പോയി ഒളുവെടുക്കാൻ പോയി. അപ്പം ഒളുവെടുക്കാൻ പോയവൻ പള്ളിക്കകത്ത് നിസ്കാരം എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോ കൂട്ടുകാരനോട് ചോദിച്ചു, നിനക്ക് ജമാഅത്ത് കിട്ടിയോടാ? ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഉസ്താദ് സലാം വീട്ടി. ഞാനും കൂടെ ഒളുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എന്റെ നിസ്കാരം കിട്ടൂലെന്ന്. ഒളു തന്നെ എടുത്തില്ല, നേരെ പോയി നിസ്കരിക്കുക. ഇതന്നത്തെ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒളുവിനെ നന്നാക്കണം. നല്ലതുപോലെ സൂക്ഷ്മതയോടുകൂടി ഒളുവെടുക്കണം. കളിയല്ല ഒളു. ഒളു എന്ന് പറയുന്നത് കളിയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പൊന്നാര മക്കൾക്ക് മഹാനായ സ്വഹാബി പഠിപ്പിച്ചു കൊടുത്തത്, മോനെ, ഏതു പ്രയാസത്തിന്റെ സമയത്തിലും നീ നല്ലതുപോലെ ഒളുവെടുക്കണം. ഏത് പ്രയാസത്തിന്റെ സമയത്തും നീ നല്ലതുപോലെ ഒളുവെടുക്കണം. ഒരു വാപ്പ തന്റെ മകനെ ഉപദേശിച്ചു കൊടുക്കുക, സ്വർഗത്തിൽ പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാ. സ്വർഗത്തിൽ പോകാനുള്ള ഈമാനുള്ള മരണം കിട്ടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുമ്പോ ഒരു സ്വഹാബി തന്റെ മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ, ഏതു പ്രയാസത്തിന്റെ സമയത്തും നീ നല്ലതുപോലെ ഒളുവെടുക്കണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം അതിന്റെ ഗൗരവം എന്താ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒളുവിന്റെ മഹത്വം എന്താ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്,
വുളുവെടുക്കേണ്ടതെന്ന് പഠിച്ചോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് വുളുവെടുക്കാതെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മുത്തുനബി അവിടെ നിന്ന് വുളുവെടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് സ്വഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബ, വുളുവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുപഠിച്ചോ സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് വുളുവെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുകയാ, ഞാൻ ഈ കാണിച്ചു തന്നതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വുളുവെടുത്താ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിങ്ങളെ പാപം പൊറുക്കുമ്പോൾ അതാ നീ ആ വുളു ചെയ്യുന്ന വെള്ളം നിന്റെ ശരീരത്തിലൂടെ താഴേക്ക് വീഴുമ്പോ, മുഖം കഴുകുമ്പോ, കൈ കഴുകുമ്പോ, കാല് കഴുകുമ്പോ, പടച്ചവനെ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ്. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇദാ തവല്ലഅൽ അബ്ദുൽ മുസ്ലിം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഗസല വജ്ഹഹു ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതിയാ. നീ മുഖം കഴുകുമ്പോ, അല്ലാഹുവേ വാകുപ്പിളിക്കുമ്പോ, അതാ നിന്റെ കണ്ണുകൊണ്ട് കണ്ട പാപമുണ്ടല്ലോ, നാവ് കൊണ്ട് പറഞ്ഞ പാപമുണ്ടല്ലോ, ചെവി കൊണ്ട് കേട്ട പാപമുണ്ടല്ലോ, കൈ കഴുകുമ്പോ കൈ കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ, നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ട് നീ ചെയ്ത പാപങ്ങൾ പുതുപെടുക്കുന്ന സമയത്ത് പടച്ച റബ്ബ് പുറത്തു തരികയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ നഖത്തിന്റെ അടികളിലൂടെ വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുമല്ലോ, പുതുപെടുക്കുന്ന സമയത്ത് പടച്ചവനെ അതാ കൈവിരലുകളിലൂടെ ഇങ്ങനെ മഴതാ വെള്ളത്തുള്ളികൾ താഴേക്ക് വീഴുമ്പോ അതിനകത്ത് അല്ലാഹു നിന്നെ കഴുകി ശുദ്ധമാക്കുകയാ. കളിയല്ലടാ ചെറുപ്പക്കാരാ, ഒന്നുവെന്ന് പറയുന്നത് നിസാരമല്ല. മഹാനായ സുഫിയാനു സൗരി തങ്ങളുണ്ടല്ലോ, എന്താണ് വുളുവെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? 40 കൊല്ലം കൊണ്ട് വുളു ചെയ്യുന്ന ഉപ്പമാര്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്താണ് വുളുവെന്ന് നിനക്കറിയുമോ? മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വുളുവെടുക്കുമ്പോ കരഞ്ഞ് കരഞ്ഞ് തന്റെ നിറമങ്ങ് മാറുകയാ. വുളുവെടുക്കാൻ നിന്നാൽ പടച്ചവനെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ണടകൾ നിറഞ്ഞ് ഒഴുകുകയാണ്, ശരീരത്തിന്റെ നിറം പോലും മഞ്ഞ നിറമാവുകയാണ്. കരഞ്ഞു വിളിക്കുകയാണ്. വുളുവെടുക്കുമ്പോഴാണ് ഇതുപോലെ കരയുന്നത്. ഖബർ കാണുമ്പോഴല്ല, മരണം പറയുമ്പോഴല്ല, നിസ്കരിക്കുന്ന സമയത്തല്ലോ, പടച്ചവനെ ദുആ ചെയ്യുന്ന സമയത്തല്ലോ, പിന്നെ എപ്പോഴാണ് വുളുവെടുക്കുന്ന സമയത്ത് കരഞ്ഞ് കരഞ്ഞ് തന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ശരീരത്തിന്റെ നിറങ്ങൾ പോലും മാറുമ്പോ കാണുന്നവര് ചോദിക്കുന്നു, തങ്ങളെ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്തിനാ ഇങ്ങനെ കരയുന്നത്? വുളുവെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കരയുന്നത് എന്തിനാ? ആ സമയത്താണ് മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, വുളുവെടുക്കുന്നത് എന്തിനെന്നറിയോ? വുളുവെടുക്കുന്നത് എന്തിനെന്നറിയോ? അല്ലാഹനെ കാണാനല്ലേ. ഇന്നുവരെ തോന്നിയിട്ടുണ്ടോ ബാപ്പാ? ഇന്നുവരെ നിനക്ക് വുളുവെടുക്കുന്ന സമയത്ത് നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്തിനാ നീ വുളുവെടുക്കുന്നത്? അല്ലാഹനെ കാണാനല്ലേ. അല്ലാഹനെ കാണാനല്ലേ വുളുവെടുക്കുന്നത്. അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കാനല്ലേ വുളുവെടുക്കുന്നത്. അതുകൊണ്ട് സഹോദരാ, വെറുതെയല്ലടാ. അതാ പടച്ചവനെ, പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടത് എങ്ങനെയെന്നറിയുവോ? നിന്റെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ സർവ്വ പാപങ്ങളും കഴുകിക്കളഞ്ഞിട്ട് വേണം അല്ലാഹുവിന്റെ പള്ളിയിൽ നമസ്കരിക്കാൻ വരുമ്പോ പൈപ്പിന്റെ ചുവട്ടിലിരുന്നിട്ട് ജീവിതത്തിൽ ആ നിമിഷം വരെ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കഴുകി ശുദ്ധമാക്കണം. ആ വുളുവെടുത്ത് നിന്റെ പാപങ്ങൾ മുഴുവനും കഴുകി കളഞ്ഞിട്ട് വേണം അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലാൻ. പടച്ച റബ്ബേ, നിസ്കാരം
എന്ന് പറഞ്ഞാൽ മുനാജാത്താണല്ലോ, അല്ലാഹുവിനോടുള്ള സംഭാഷണമാണല്ലോ. അതുകൊണ്ടല്ലേ മുത്തുനബി പറഞ്ഞത്, മോനെ നീ അല്ലാഹനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ടടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, ഇനി മുതൽ ഉളുവെടുക്കുമ്പോ നീ ഓർക്കണം, ഉളുവെടുക്കുന്നത് റബ്ബിനെ കാണാനാ, അല്ലാഹനെ കാണുന്നതിന് വേണ്ടിയാ ഉളുവെടുക്കുന്നത്. എന്റെ ചെറുപ്പക്കാരാ, ഉളുവില്ലാതെ നിസ്കാരമില്ലല്ലോ, ഉളുവില്ലാത്തവന് നിസ്കാരമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മുടി പിടിച്ച് നോക്കിയാ കാണാമല്ലോ. പടച്ച റബ്ബേ, വെള്ളം ചേരുന്ന ഉളുവിനെ തടയുന്ന വസ്തുക്കളെ പാടില്ല എന്ന് പഠിച്ചവരാ. പക്ഷേ എന്റെ പെങ്ങളോട് എന്റെ ഉപ്പയോട് ഒതുക്കിട്ട് നിങ്ങളുടെ മക്കളുടെ തല പിടിച്ചു നോക്ക്. നമ്മുടെ മക്കളുടെ തലയിൽ പിടിച്ചു നോക്കിക്കേ, മുടിക്കകത്ത് ചേക്കുന്ന എന്തോ ഒരു സാധനമുണ്ട്, ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി. അല്ലാഹു ആലം, ഒന്ന് ചിന്തിക്ക്. ഒളുവെടുക്കും വെള്ളത്തിന് തടയുന്ന വസ്തുക്കൾ ഇല്ലേ, നമുക്കറിയാം. ഈ നിങ്ങളുടെ ആൺമക്കളുടെ തലയ്ക്ക് എന്തോ ഒരു പൊടി എങ്ങാണ്ട വെള്ളത്തിൽ കലക്കി തീർക്കും ഇല്ലേ? എന്താ പറയാ, എന്താടാ മക്കളെ പറയാ, ഒരു പൊടി ഇല്ലേ?